സോഷ്യൽ മീഡിയയിൽ അതിഭീകരമായ ഫോളോയിങ് ഒക്കെ ഉള്ള ഒരാളാണല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ സോഷ്യൽ മീഡിയ ഒരു നല്ല സംഭവമാണോ? തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ട് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അതേസമയം ഇപ്പം എല്ലാത്തിനും പോസിറ്റീവും നെഗറ്റീവും ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയ്ക്ക് നെഗറ്റീവ് വശങ്ങളും ഉണ്ട്. കൂടുതൽ എനിക്ക് തോന്നുന്നു പോസിറ്റീവ് വശങ്ങളാണെന്ന് തോന്നുന്നു. എന്താണ് സോഷ്യൽ മീഡിയയുടെ ഒരു നെഗറ്റീവ് വശങ്ങളായിട്ട് തോന്നിയത്? ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ യാത്ര വെച്ചിട്ട് സോഷ്യൽ മീഡിയയിലെ വലിയൊരു നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഈ ഒരു മിസ്ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത്. കാരണം നമ്മുടെ ലോകത്ത് എന്താ പറയുക, ഈ ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ രാജ്യം, വൺ ഓഫ് ദ രാജ്യം ഇന്ത്യയാണ്. അതിന്റെ കാരണം ഇന്ത്യയിൽ വലിയൊരു പോപ്പുലേഷൻ ഉണ്ട്. പിന്നെ ഇത്രയും പോപ്പുലേഷൻ ഇല്ലെങ്കിലും ജർമ്മനി മറ്റൊരു വലിയൊരു രാജ്യമാണ്. അതായത് മിസ്ഇൻഫർമേഷൻ, ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് സ്പ്രെഡ് ചെയ്ത് അത് ആളുകൾ വിശ്വസിക്കുന്നതിൽ ജർമ്മനിയും ഇന്ത്യ എന്ന് പറയുന്നത് ഭയങ്കര ടോപ്പിൽ നിൽക്കുന്ന രാജ്യമാണ്. അപ്പം ഇത് സോഷ്യൽ മീഡിയ കാരണമാണല്ലോ, അല്ലെങ്കിൽ മീഡിയകൾ കാരണമാണല്ലോ. TV ചാനലുകളാവാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകൾ കാരണം. ഇപ്പം ഈ ഒരു ഇത് കാരണം ആളുകൾ പല രീതിയിൽ സ്റ്റീരിയോ ടൈപ്പുകളിൽ വിശ്വസിക്കും. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്ന് പറയുമ്പോൾ, പുള്ളിക്കാരിയുടെ നാട്ടിലെന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഫുൾ ഡേർട്ടി എന്നാണ്. പക്ഷെ കേരളത്തിൽ വന്നപ്പോൾ പുള്ളിക്കാരിക്ക് അത്ര ഡേർട്ടി ഫീൽ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനത്തെ ഉള്ള ഒരു ഡേർട്ടി ഫീൽ ചെയ്യാനുള്ള കാരണം സോഷ്യൽ മീഡിയ ആണ്. അഫ്കോഴ്സ് നാട്ടുകാർ പോയി പറഞ്ഞ് പരത്തുന്നതിലൊരു എന്താ പറയുക ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ഒരു സോഷ്യൽ മീഡിയക്ക് എന്ന് പറയുമ്പോൾ ഒരു പോസ്റ്റ് ഇട്ടാൽ അത് 1000 അല്ലെങ്കിൽ 10,000 അല്ലെങ്കിൽ 1 crore 10 million 100 million വരെ ഈസി ആയിട്ട് എത്താൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട്. അല്ല, പക്ഷെ ഇന്ത്യ വൃത്തികെട്ട രാജ്യമാണെന്നുള്ളത് പണ്ട് തൊട്ടേ സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പേ ആളുകൾക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നല്ലോ. തീർച്ചയായിട്ടും. പക്ഷെ എല്ലായിടത്തും അല്ല. ഇന്ത്യ എന്ന് പറയുന്ന ആളുകൾ ഇപ്പം ജനറലൈസ് ചെയ്യാറുണ്ടല്ലോ. കാരണം നമ്മുടെ ഉത്തരേന്ത്യയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാമാണ് ഇന്ത്യ എന്നാണ് ആളുകളുടെ പൊതുവായിട്ടുള്ള ഒരു എന്താ പറയാ നിഗമനം പുറം രാജ്യങ്ങളിലൊക്കെ. അപ്പം അതിൽ കേരളം ഉൾപ്പെടില്ല, ചിലപ്പോൾ അതിൽ നോർത്ത് ഈസ്റ്റ് ഉൾപ്പെടില്ല. ഇന്ത്യയിൽ പട്ടി കഴിക്കുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആളുകൾ ഇന്ത്യയിൽ പട്ടി കഴിക്കുമോ? കാരണം പക്ഷെ നാഗാലാൻഡിൽ കഴിക്കും. ഇന്ത്യയിലെ ആളുകൾക്ക് വിചാരിക്കുന്ന ബീഫ് കഴിക്കില്ല എന്നറിയാം. പക്ഷെ ഇന്ത്യയിൽ പട്ടി കഴിക്കുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർ പറയാം അത് ചൈനയിലല്ലേ എന്ന്. പക്ഷെ നാഗാലാൻഡിൽ പോയാൽ ഇന്ത്യയിൽ പട്ടി കഴിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. അപ്പം ആളുകൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്റ്റീരിയോടൈപ്പിക് ആയിട്ട് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം അത് ഒരു ഉത്തരേന്ത്യയിൽ ഒതുങ്ങിത്തീരുന്ന കുറെ കാര്യങ്ങളാണ്. ഇനിയൊരു അവസരം കിട്ടിയാൽ കഴിക്കുമോ പട്ടിയോ? പട്ടി ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്, ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കഴിക്കില്ല, എനിക്ക് താല്പര്യമില്ല. ടേസ്റ്റ് പോരാ, പിന്നെ എനിക്കതിൽ താല്പര്യമില്ല. ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളും എന്താ പറയാ അവിശ്വാസങ്ങളും ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ എനിക്ക് പട്ടി കഴിക്കുന്നതോട് യോജിപ്പില്ല. കഴിക്കുന്നവർക്ക് കഴിക്കാം. അല്ല, അതിന് കഴിക്കണമെന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചാൽ നല്ലതാണെങ്കിൽ കഴിക്കാലോ. ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അത് പിന്നെ ചില ആളുകൾക്ക് ട്രൈ ചെയ്യാനും താല്പര്യമില്ലായിരിക്കും. ഇപ്പൊ പുകവലിയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എന്റെ ജീവിതത്തിൽ ട്രൈ ചെയ്യാൻ പോലും താല്പര്യമില്ലാത്ത ഒരു മേഖലയാണ് പുകവലി. അപ്പം അല്ല, ട്രൈ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. തീർച്ചയായിട്ടും. മദ്യമില്ല, ട്രൈ ചെയ്യാനും താല്പര്യമില്ല. തീർച്ചയായിട്ടും. ഓക്കെ, ശരി. ഇനി സോഷ്യൽ മീഡിയ വഴിയാണല്ലോ അന്ന് ഈ ബുള്ളിങ് ഒക്കെ ഉണ്ടായത്. തീർച്ചയായിട്ടും. അതൊക്കെ ഒന്ന് അവസാനിച്ചോ? ഒരു 1-2 കൊല്ലമല്ലേ തുടങ്ങിയിട്ട്? തീർച്ചയായിട്ടും. അത് സമയമാകുമ്പോൾ അവസാനിക്കുമല്ലോ. ഇപ്പൊ മാധ്യമങ്ങൾ പോലെ മാധ്യമങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് ഇപ്പൊ നമ്മുടെ അർജുന്റെ കാണാതായതായിരുന്നു. പിന്നീട് ഇപ്പൊ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ അതിന് പുറകെയായി. അതുപോലെ എന്റെ കുറച്ച് ബുള്ളിങ് മാറി അത് കുറച്ച് കഴിയുമ്പോൾ മറ്റൊരു രീതിയിലേക്ക് മറ്റൊരാളിലേക്ക് പോകും. അപ്പൊ അത് അവസാനിച്ചു. തീർച്ചയായിട്ടും. ഒരു ഈ മാധ്യമങ്ങള്, കേരളത്തിലെ മാധ്യമങ്ങളും മലയാളികളെ പറഞ്ഞു പറ്റിക്കുന്ന ഏറ്റവും വലിയ കള്ളം എന്തായിരിക്കും എനിക്കറിയില്ല. ഇപ്പം അല്ലാതെ ഇപ്പൊ ലോകോത്തര നിലവാരത്തിൽ ചോദിച്ചാൽ എനിക്ക് പറയാം ചില ഈ യുദ്ധങ്ങള് അങ്ങനെ ആ ഒരു സംഭവങ്ങള് ഇതാണെന്നൊക്കെ പറഞ്ഞ്. അല്ലാതെ കേരളത്തിലെ മാധ്യമം ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം റെഗുലറായിട്ട് മലയാള മനോരമ വായിക്കുന്ന ഒരാൾക്ക് കേരളം ഒരു എന്തോ ഭയങ്കര സംഭവമാണെന്ന് തോന്നില്ലേ? മലയാളികളാണ്, ഞാൻ പലപ്പോഴും പല വാർത്തകളും വായിച്ചിട്ടുണ്ട്, മലയാളികളെ പറ്റി അസൂയപ്പെടുകയാണ് മറ്റുള്ള ആളുകൾ. മലയാളികൾ ഭയങ്കര നമ്പർ 1 ആണ്. മലയാളി നമ്പർ 1 ആണോ? ഒന്നും ഇന്ത്യയിൽ ഒരു രീതിയിൽ മലയാളി നമ്പർ 1 ആണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ കേരളം ഒരു എന്താ പറയാ ജീവിത നിലവാരത്തിലൊക്കെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നമ്പർ 1 ആണെന്ന് പറയാം. അഫ്കോഴ്സ് നമുക്കിപ്പം യൂറോപ്പിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലാൻഡിനെ വെച്ച് കമ്പയർ ചെയ്യാൻ കഴിയില്ല. ബട്ട് എനിക്ക് തോന്നുന്നു കേരളം ഇന്ത്യയിൽ നമ്പർ 1 ആണ്. ഇപ്പൊ കേരളത്തിലുള്ള ഒരു ജീവിത നിലവാരം എടുത്താൽ നമുക്കത് യൂറോപ്പുമായിട്ട് താരതമ്യം ചെയ്യാം. പക്ഷെ ഒരു ബീഹാറിലെയോ UP-യിലെയോ ഒരു ജീവിത നിലവാരം എടുത്താൽ അത് തീർച്ചയായിട്ടും പോയിട്ടുണ്ട്. ചണ്ഡീഗഡിലെ ജീവിത നിലവാരം നല്ലതല്ലേ?
തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷെ ജനറലി നമ്മൾ കേരളത്തിൽ ഇപ്പൊ ചണ്ഡീഗഡിൽ നമുക്ക് പോവാം, നമുക്ക് ചണ്ഡീഗഡിന്റെ തലസ്ഥാനത്ത് പോവാം. അവിടുത്തെ നിലവാരം നമ്മൾ അവരുടെ ഒരു കുറച്ച് ആളുകളുടെ ജീവിത നിലവാരം നോക്കിയിട്ട് നമുക്ക് ചണ്ഡീഗഡിനെ പറയാൻ കഴിയില്ല. നമുക്ക് ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു രാജ്യത്തെ പറയുമ്പോൾ അവിടുത്തെ മോസ്റ്റ് ഓഫ് ദ ആളുകളുടെ ജീവിതം എങ്ങനെയാണ്, അതിനെയാണ് ആ ഒരു നാടിന്റെ ജീവിത നിലവാരമാക്കി മാറ്റുന്നത്. മനസ്സിലായി? ഇപ്പൊ കേരളത്തിൽ 50% കൂടുതൽ ജീവിത നിലവാരം വളരെ താഴ്ന്നതാണെങ്കിൽ നമുക്ക് ജീവിത നിലവാരം താഴ്ന്ന ഒരു സംസ്ഥാനം ഒന്ന് മുദ്ര കുത്താം. പക്ഷെ ഒരു മലയാളികൾക്ക് ഇപ്പം ഇവിടെ നിന്നൊരു ജോലി ചെയ്ത് കുടുംബം നോക്കാനും ഗ്രാൻഡ് പേരൻസിനെയും പേരൻസിനെയും ഒക്കെ നോക്കാനും കഴിയാത്തൊരു സാഹചര്യമില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതൊക്കെ ജീവിത നിലവാരത്തിൽ അത് തീർച്ചയായിട്ടും അത് നമ്മുടെ കുറ്റം കൊണ്ടല്ല, അത് നമ്മുടെ നാട്ടിൽ കൂടുതൽ ആളുകളുണ്ട്. തീർച്ചയായിട്ടും അത് വെച്ച് നോക്കുമ്പോൾ. പക്ഷെ നമ്മളിപ്പം കേരളത്തിൽ നോക്കി, ഇപ്പൊ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ എത്രത്തോളം ഉത്തരേന്ത്യക്കാരാണ് നമ്മുടെ കേരളത്തിൽ വന്ന് പണിയെടുക്കുന്നത്. എല്ലാവരും അവരുടെ കുടുംബത്തിനെ കൊണ്ടുവന്നല്ല ഇവിടെ പണിയെടുക്കുന്നത്. എല്ലാവരും ചെറിയ കുടിച്ചുമുറിയിൽ കേരളത്തിൽ എവിടെയെങ്കിലും വാടകയ്ക്ക് താമസിച്ചിട്ട് പണിയെടുത്ത് അവരുടെ നാട്ടിൽ വല്ലോ എന്താ പറയാ ദുർഗാ പൂജയോ അങ്ങനെ എന്തെങ്കിലും ഇതിനൊക്കെ പോകുന്ന ആൾക്കാർ മാത്രമാണ്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഇന്ത്യയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ ആക്ച്വലി കേരളക്കാരുടെ ജീവിത നിലവാരം ഈ ഒരു പ്രശ്നം തമിഴ്നാട്ടുകാരനില്ലല്ലോ. തമിഴ്നാടുകാരനില്ല. കാരണം തമിഴ്നാട് ഒരു വലിയൊരു സംസ്ഥാനമാണ്, അത്രയും പോപ്പുലേഷൻ ഇല്ല. മാത്രമല്ല അവർക്ക് ധാരാളം ഇൻഡസ്ട്രീസ് കാര്യങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇൻഡസ്ട്രീസ് ഇല്ലെന്ന് അല്ല, ഇൻഡസ്ട്രി ഇല്ലാത്തത് ഒരു പോരായ്മയാണ്. പക്ഷെ ഇൻഡസ്ട്രി ഇല്ലെന്നതിന്റെ അർത്ഥം നമ്മുടെ നാട്ടിൽ ജീവിത നിലവാരം ഇല്ലെന്നല്ല. ജീവിത നിലവാരം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ജീവിക്കുന്നു, നമുക്ക് ഒരു ഹൈജീൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വരുമാനമുണ്ട്, ഭക്ഷണം ഒരു അത്യാവശ്യ വരുമാനം ഇല്ല. തീർച്ചയായിട്ടും വരുമാനം ഇല്ല. പക്ഷെ അത് കേരളത്തിന് വരുമാനമല്ല. പക്ഷെ കേരളത്തിന്റെ നമുക്ക് ആളുകളുടെ പെർ ക്യാപിറ്റൽ ഇൻകം നോക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ഇതുണ്ട്. നമ്മൾ കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റ് നോക്കുമ്പോൾ കേരളം എന്താ പറയുക പട്ടിണിയിലോ അല്ലെങ്കിൽ കേരളത്തിന് കടമായിട്ട് കിടക്കുവാണ്. ഇപ്പൊ തമിഴ്നാട് നോക്കുവാണെങ്കിൽ തമിഴ്നാടിന്റെ സംസ്ഥാനത്തെ അവരുടെ മഹാരാഷ്ട്രയും തമിഴ്നാടൊക്കെ എന്താ പറയുക അവർക്ക് ഇൻഡസ്ട്രീസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവരുടെ സംസ്ഥാനത്തിന് പണമുണ്ട്. പക്ഷെ പെർ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അത്. ഓക്കെ, ബട്ട് നമ്മുടെ നാട്ടിൽ പെർ ക്യാപിറ്റൽ ഇൻകം നോക്കുമ്പോൾ ആക്ച്വലി നമുക്ക് ആളുകൾ ഇവിടെ വീടില്ലാത്തവർ വളരെ കുറവാണ്. പക്ഷെ തമിഴ്നാട്ടിൽ പോയാൽ വീടില്ലാത്തവർ കേരളത്തിനെ കാട്ടിയുണ്ട്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞ ഛത്തീസ്ഗഡ് പോയാൽ വീടില്ലാത്ത ആളുകൾ കൂടുതലുണ്ട്. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ആ ഒരു അധ്വാനം, നമ്മൾ ആ ഒരു ഗൾഫ് രാജ്യങ്ങളെ എന്താ പറയാ പിടിച്ച് നമ്മൾ അവിടെ പോയി മറ്റുള്ള മക്കളെ വീണ്ടും കൊണ്ടുപോയി അവരെ നാട്ടിൽ അയക്കുന്ന പൈസയാണ്. കാരണം കേരളത്തിൽ ഒരുപക്ഷെ ഗൾഫിൽ നിന്നുള്ള ആളുകളെല്ലാം നിർത്തിയാൽ കേരളത്തിന് പൈസ ഇല്ല. കാരണം കേരളത്തിന് വരുമാനം ഈ ഒരു NRI ഫണ്ട് മാത്രമാണ്. കേരളത്തിന് കൃഷിയില്ല, വേറെ ഇൻഡസ്ട്രീസ് ഇല്ല. നോക്കുമ്പോൾ കേരളം നമ്പർ 1 ആണോ? തീർച്ചയായിട്ടും. ഞാൻ ഉദ്ദേശിക്കുന്ന ജീവിത നിലവാരം വെച്ച് എനിക്ക് തോന്നുന്നു കേരളം ആക്ച്വലി ഇന്ത്യയിൽ നമ്പർ 1 ആണ്. ചില പെൺസുഹൃത്തുക്കൾ കേരളം സന്ദർശിക്കാറുണ്ടല്ലോ. തീർച്ചയായിട്ടും. നേരത്തെ ഒരു കാരോളിൻ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, മുമ്പ് ഒരു ഉഗാണ്ടയിൽ നിന്നൊരു പെൺകുട്ടി, അവരിവിടെ വന്നിട്ട് ഇവിടുത്തെ മലയാളി പുരുഷന്മാരുടെ നോട്ടത്തെ പറ്റിയും പെരുമാറ്റത്തെ പറ്റിയൊക്കെ എന്താണ് പറഞ്ഞത്? എനിക്ക് മനസ്സിലാക്കിയത് നമ്മളെ മലയാളികള് ഒരു രീതിയിൽ അവർക്ക് ആ ഒരു എന്താ പറയാ നോക്കാറുണ്ട്. കാരണം അഫ്കോഴ്സ് നമ്മളിപ്പോ ആഫ്രിക്ക ഇപ്പോ ഉത്തരേന്ത്യയിൽ ഡൽഹിയിൽ ഒരു ചക്ക പൂത്ത ആ ചക്കയെ നമ്മൾ നോക്കില്ലേ. അപ്പം ആ ഒരു രീതിയിൽ ഇവിടെ നമ്മുടെ കൾച്ചറിന് വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള കൾച്ചറിന് വ്യത്യസ്തമായിട്ട് ഷോർട്സ് ഒക്കെ ധരിക്കുമ്പോൾ ആളുകൾ നോക്കാറുണ്ട്. ബട്ട് പൊതുവെ ഈ ഫോറിനേഴ്സ് വന്നിട്ട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല. ആളുകൾ ഇങ്ങനെ രീതിയിൽ നോക്കുന്നു, തുറിച്ച് നോക്കുന്നു. ബട്ട് അത് എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികൾ മറ്റുള്ള മലയാളികളെ തന്നെ നോക്കുമ്പോൾ അവർക്ക് തോന്നുന്ന അനുഭവങ്ങളാണ്. വിദേശികൾ ഇപ്പം ഞാൻ എൻ്റെ ഒരു ജപ്പാൻ സുഹൃത്തുണ്ടായിരുന്നു കഴിഞ്ഞ 2-3 ദിവസത്തിൽ. അപ്പോൾ പുള്ളിക്കാരി ഭയങ്കര ഒരു പോസിറ്റീവ് അനുഭവം. കാരണം മലയാളികളുടെ സ്വഭാവമൊക്കെ പറയുമ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ടാണ് പറയുന്നത്. നമ്മുടെ അനുഭവമാണ് വിലയിരുന്നത്. പക്ഷേ പല വിദേശികളുടെ അടുത്ത് ഞാൻ ചോദിക്കുമ്പോഴും അവർക്ക് മലയാളികളെ ഭയങ്കര എന്താ പറയുക ഭയങ്കര അവർ പറയുന്നത് ഹോസ്പിറ്റാലിറ്റി കൊണ്ട് മലയാളികൾ നല്ലവരാണ്, ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ എനിക്ക് ചിലപ്പോൾ പ്രൗഡ് തോന്നാറുണ്ട്. നമ്മൾ പറയാറുണ്ട് സദാചാരം മനോഭാവമുള്ള മലയാളികൾ എന്ന് പറയുമ്പോഴും അത് വിദേശികൾക്ക് അത് വലിയ രീതിയിൽ അനുഭവപ്പെടുന്നില്ല എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നാറുണ്ട്. അതായത് യാത്രകളിൽ കേരളം സന്ദർശിച്ചിട്ടുള്ള വിദേശികളെ അധികം കാണാറുണ്ടോ? തീർച്ചയായിട്ടും. ഒരു അങ്ങനെയുള്ളവരിൽ നിന്നാണ് ഈ തീർച്ചയായിട്ടും. ഇപ്പൊ താളത്തന്നെ ഞാൻ ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് കൊച്ചിയിൽ നിന്ന് നേരെ തിരുവനന്തപുരത്തോട്ട് പോകുന്ന എൻ്റെ ഒരു സുഹൃത്തിനെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ അദ്ദേഹം ബെലാറൂസുകാരനാണ്. പുള്ളിക്കാരനെ എൻ്റെ വീട്ടിൽ നിർത്തി അപ്പം പുള്ളിക്കാരന് കാഴ്ചകൾ കാണിച്ചു കൊടുക്കും. അപ്പം ഇവരിൽ നിന്ന് തന്നെയാണ് ഞാൻ കേരളത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ ജീവിക്കുന്നവരോടാണ്. അപ്പം എനിക്ക് ഇവിടത്തെ ഉള്ള ആളുകളുടെ സ്വഭാവം വലിയ രീതിയിൽ പുറത്തുള്ള ആളുകളുടെ അടുത്തുള്ള അപ്രോച്ച് മനസ്സിലാക്കണമെങ്കിൽ പുറത്തുള്ള ആളുകൾ അടുത്ത് തന്നെ ചോദിക്കേണ്ടി വരും. അപ്പം ഞാൻ ഈ ഇത് പറഞ്ഞപ്പോഴാണ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു കോട്ട് ഓർമ്മ വന്നത്. അതായത്
സായിപ്പന്മാർ നമ്മളോട് പറയും ഇന്ത്യ ഈസ് ബ്യൂട്ടിഫുൾ, ഇന്ത്യ ഈസ് ഗുഡ് എന്ന് പറയുന്നത് അയാളുടെ മാന്യതയാണ്. കാരണം നമ്മളോട് മുഖത്ത് നോക്കി എങ്ങനെ പറയും നിങ്ങളുടെ നാട് മോശമാണ്, നിങ്ങളുടെ ആൾക്കാർ മോശമാണെന്ന്? അതൊരു പ്രശ്നമല്ലേ? അയാൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? ഒരു വിദേശി എന്ന് പറയുമ്പോൾ അത് എങ്ങനെ തരത്തിലുള്ള വിദേശി എന്നുള്ള ഒരു ഇത് ഉണ്ട്, കാറ്റഗറി ഉണ്ട്. ഇപ്പം ഞാൻ യാത്ര ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒരു ടൂറിസ്റ്റ് ആയിട്ടല്ല, മറിച്ച് ഞാനൊരു യാത്രികനായിട്ട് പോസിറ്റീവ് കാര്യങ്ങളും നെഗറ്റീവ് കാര്യങ്ങളും അതുപോലെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ അനുഭവങ്ങൾ എടുക്കുന്ന വ്യക്തികൾ എന്ന് പറയുമ്പം എന്നെ പോലെ യാത്ര ചെയ്യുന്ന വ്യക്തികൾ എന്നുള്ള ഒരു വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ അനുഭവങ്ങൾ ചോദിക്കുമ്പോൾ അവർ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് എന്ത് തോന്നി എന്ത് തോന്നിയില്ല എന്ന് പറയുന്ന വ്യക്തികളാണ്. അപ്പം എനിക്ക് അവർ ഇങ്ങനെ പറയുമ്പോൾ മനോഹരമായി എന്ന് പറയുമ്പം അതിന് ആക്ച്വലി അർത്ഥം മനോഹരമായിരുന്നു എന്ന് തന്നെയാണ്. ഇപ്പം ജപ്പാനീസ് സുഹൃത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ജപ്പാനീസ് സുഹൃത്തിന് വലിയ എന്താ പറയുക വേസ്റ്റിന്റെ കാര്യത്തിലൊന്നും വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയില്ല. കാരണം പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു പല രീതിയിലുള്ള വേസ്റ്റ് ഉള്ള സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ അതേസമയം കരോള എന്ന് പറയുന്നത് വളരെ ചുരുക്കം രാഷ്ട്രങ്ങളിൽ മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നു, കേരളത്തിൽ ആദ്യമായിട്ട് വന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് എന്ന് പറയുമ്പം ഈ കണ്ട ചവറ് ഭയങ്കര വലുതായിട്ട് തോന്നിയത്. കാരണം യൂറോപ്പിൽ ജനിച്ചിട്ട് ഇത്രയും ഡിസിപ്ലിൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഒരു കോണ്ടിനെന്റിൽ ജനിച്ചിട്ട് പെട്ടെന്ന് കേരളത്തിൽ വരുമ്പോൾ അവർക്കെന്ത് ഭയങ്കര രീതിയിൽ മോശമായിട്ട് തോന്നും. അപ്പം കരോളയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ചവറ്, ഇവിടുത്തെ ഹോങ്കിങ്, ഇവിടുത്തെ ആ ഒരു റഷ്, അതൊക്കെയാണ്. മനസ്സിലായില്ലേ? പിന്നെ ടൗൺ പ്ലാനിങ്ങിന്റെ ഒരു സംഭവം, ടൗൺ പ്ലാനിങ് ഒട്ടുമില്ലാത്ത നഗരങ്ങൾ, അപ്പോൾ അതൊക്കെയാണ് അവർക്ക്. അപ്പം എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന ആളുകളെല്ലാം ആക്ച്വലി നമുക്ക് മുഖത്ത് നോക്കി എന്താ പറയുക കള്ളം മുഖത്ത് നോക്കി എന്നെ വിഷമിപ്പിക്കേണ്ട എന്നുള്ളതുകൊണ്ട് പറയുന്നതല്ല. അപ്പം ഞാൻ ചോദിക്കാൻ വേണ്ടി ചൂസ് ചെയ്യുന്ന ആളുകളെല്ലാം സത്യസന്ധമായിട്ടാണ് പറയാറ്.